ഈ കോടതി കൂടി ഇനി കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ സ്വർണം കടത്തിയവരും അതിൻ്റെ തെളിവ് നശിപ്പിക്കാനുള്ള ഒരുപാട് സമയം കിട്ടിക്കഴിഞ്ഞു. ഇതെങ്ങനെയാണ് അന്വേഷിക്കുക? പിന്നെ ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ അത് തെളിയോ? ശ്രീ അജിംസെ, എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള വാദം ഉന്നയിക്കുന്നത്? ഹൈപ്പോത്തിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഉന്നയിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാതിരിക്കുകയാണോ? കോടതി അവധിയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോടതിയുടെ അവധിയല്ല, കോടതി നിരീക്ഷണത്തിലായത്. കോടതിയുടെ സമഗ്രമായ നിരീക്ഷണത്തിലിരിക്കുന്നതും കോടതി ഒരു റിട്ടയർഡ് ജഡ്ജിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതുമായ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് എടുത്തു ചാടുന്നില്ലെന്ന് അങ്ങ് ചോദിക്കുന്നേ? അങ്ങനെ ചോദിക്കല്ലേ. കോടതി പറയട്ടെ, നിങ്ങൾ ഗവൺമെന്റ് ഇഷ്ടമുള്ള അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കോടതി പറയട്ടെ ഇന്ന അന്വേഷണ ഏജൻസി. ഇവിടെ ആർക്കാ തർക്കം? കാരണം ഇതിനകത്ത് എല്ലാവരും പറയാറുള്ളത് പോലെ മടിയിൽ കനവില്ലെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. രണ്ട് കാര്യം അതിനകത്ത് കേട്ടോ. ഒന്ന്, ഈ സ്വർണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇടതുപക്ഷ മെമ്പർമാർക്കോ ദേവസ്വം ബോർഡുകാർക്കോ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ നടപടി സ്വീകരിക്കും. അത് പൊതുജനങ്ങളുടെ മുമ്പിലും അത് വ്യക്തമാക്കും, നിയമത്തിൻ്റെ മുമ്പിലും അവരെ കൊണ്ടുവരും. രണ്ട്, ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം LDFനെ പരിശീലിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് CPMനെ പോലുള്ള സംഘടനകൾ പരിശീലിപ്പിച്ച് വിടുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് നേരത്തെ G. സുധാകരൻ ഉദാഹരണം പറഞ്ഞല്ലോ. G. സുധാകരൻ എന്നൊരു വ്യക്തി മാത്രമല്ല, ഞങ്ങൾ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ മറ്റുള്ളവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുന്ന ഒരു രാഷ്ട്രീയ പരിശീലനം കൊടുക്കുന്നവരല്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ചെറിയ കേസ് പോലും പെട്ടാൽ, നിങ്ങൾ 70 രൂപയുടെ ഒരു ആക്ഷേപം ഓമനക്കുട്ടൻ്റെ പേരിൽ കൊണ്ടുവന്നല്ലോ. ആ ആക്ഷേപം വന്നപ്പോൾ അയാളുടെ പേരിൽ ഞങ്ങൾ നടപടി സ്വീകരിച്ചല്ലോ. 70 രൂപയേ ഉള്ളൂ. പിന്നീട് മാധ്യമങ്ങളെല്ലാം തിരിഞ്ഞത്, പിന്നെ അയാളെ തിരിച്ചെടുത്തു. 70 രൂപയുടെ പേരിൽ അയാളെ കുറ്റക്കാരനാക്കി, കള്ളക്കാരനാക്കി. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസമുണ്ട്. ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുന്നത് പാർട്ടിക്കകത്ത് താരതമ്യേന ഇക്കാര്യത്തിൽ നല്ലതുപോലെ ഇത് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും നാളെ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. അതിൽ യാതൊരു തർക്കവുമില്ല. 26 സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതാണ് അയ്യപ്പ സംഗമം. ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഒന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ കേസുള്ളത്. അതുകൊണ്ട് സർക്കാരിന് ഏതെങ്കിലും ഏജൻസികൾ വെച്ചിട്ട് FIR ഇടാൻ പറ്റില്ല. കോടതി തീരുമാനിക്കട്ടെ. കോടതിയുടെ കംപ്ലീറ്റ് നിരീക്ഷണത്തിലാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി LDFകാരാണ് ഇത് ചെയ്തതെങ്കിലും അവർക്കതിനെ നടപടി സ്വീകരിക്കാൻ ഒരു തരം വൈമനസ്യവും CPMനോ LDFനോ ഉണ്ടാവില്ല എന്ന് ഉറച്ചു പറയുന്നു. ഇത് വളരെ സുതാര്യമായൊരു നിലപാടാണ്.